മലയാള സിനിമയിലെ രണ്ട് പ്രധാന വാർത്തകൾ നോക്കാം. പാട്രിയറ്റിലെ വില്ലൻ ആവേശം 2 അടുത്ത വർഷം വെളിപ്പെടുത്തി ഫഹദ് ഫാസിൽ. അതിൻ്റെ കൂടെ ടിനു പാപ്പച്ചൻ്റെ പുതിയ സിനിമയുടെ ഫസ്റ്റ് ലുക്കും വന്നിരിക്കുകയാണ്. മലയാള സിനിമാ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പാട്രിയറ്റിൽ വില്ലനായാണ് താൻ എത്തുന്നതെന്ന് വെളിപ്പെടുത്തി ഫഹദ് ഫാസിൽ. മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നത് തന്നെ മുൻജന്മ ഭാഗ്യമാണെന്നും താരം കൂട്ടിച്ചേർത്തു. സാമുവൽ വർഗീസ് ബ്ലൂ ഹിൽ ഫൗണ്ടേഷൻ 1ാം വാർഷികത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഫഹദ്. അടുത്ത മലയാളം റിലീസ് പാട്രിയറ്റ് ആണ്. മമ്മൂട്ടി സാറിനും മോഹൻലാൽ സാറിനും ഒപ്പമാണ്. മുൻജന്മ ഭാഗ്യമാണ് ഇവരുടെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക എന്നത്. എല്ലാവരെയും പോലെ ഞാനും ആകാംക്ഷയിലാണ്. ഏപ്രിൽ 23 ചിത്രം റിലീസ് ചെയ്യും. പാട്രിയറ്റിൽ ഞാൻ വില്ലനാണ്. ആവേശം 2ാം ഭാഗം ഉണ്ട്. എവിടെ ചെന്നാലും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 2027 2028 ചിത്രം സംഭവിച്ചേക്കാം. ഫഹദിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും 19 വർഷത്തിന് ശേഷം ഒരുമിക്കുന്ന ഈ സിനിമ മലയാളത്തിൽ ഇന്നേ വരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബജറ്റിലാണ് ഒരുങ്ങുന്നത്. നേരത്തെ പുറത്തു വന്ന ചിത്രത്തിലെ ക്യാരക്ടർ പോസ്റ്ററുകളും ശ്രദ്ധേയമായിരുന്നു. വിവിധ രാജ്യങ്ങളിലെ 10ലധികം ഷെഡ്യൂളുകളിലായി 1 വർഷത്തിലധികം നീണ്ട ചിത്രീകരണവുമായിരുന്നു പാട്രിയറ്റിന് ഉണ്ടായിരുന്നത്. ടേക്ക് ഓഫ്, മാലിക് എന്നീ സിനിമകൾക്ക് ശേഷം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ താരനിരയാണ്. 2020 ശേഷം മലയാളത്തിലെ പ്രമുഖ താരങ്ങളെല്ലാം ഇതിൽ ഒന്നിക്കുന്നു. മമ്മൂട്ടിക്കും ഫഹദ് ഫാസിലിനും പുറമെ കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം കൊല്ലം കോട്ട കമ്പനിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. സ്വാതന്ത്ര്യം, അർദ്ധരാത്രിയിൽ, അജഗജാന്തരം, ചാവേർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുഴുനീള ആക്ഷൻ സിനിമകളിൽ നിന്ന് ഇടവേള എടുത്തുകൊണ്ട് വീണ്ടും എത്തുകയാണ് ടിനു പാപ്പച്ചൻ. കൊല്ലം കോട്ട കമ്പനി എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയിൽ 4 പുതുമുഖങ്ങൾ ആണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. കൂടാതെ നടൻ സജിൻ ഗുവു മറ്റൊരു മുഖ്യ വേഷത്തിൽ ചിത്രത്തിലുണ്ട്. കൊല്ലം പശ്ചാത്തലമാക്കി ഒരുക്കുന്ന ചിത്രത്തിൽ പോലീസുകാരനും ചെറുപ്പക്കാരും തമ്മിലുള്ള സംഘർഷത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നതെന്നാണ് സംവിധായകൻ ടിനു പാപ്പച്ചൻ സൂചിപ്പിക്കുന്നത്. കൊല്ലം കോട്ട കമ്പനിയുടെ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമായി 80% പുതുമുഖങ്ങൾ ആണെന്നും ടിനു പാപ്പച്ചൻ കൂട്ടിച്ചേർത്തു. അരുൺ നാരായണൻ, അഞ്ജന ഫിലിപ്പ്, ബിനു SD, ടിനു പാപ്പച്ചൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിൽ സംഗീതം ഒരുക്കുന്നത് ജസ്റ്റിൻ വർഗീസാണ്. R അരവിന്ദനും സുജിത് സുന്ദരനും ചേർന്ന് സിനിമയുടെ തിരക്കഥ ഒരുക്കിയപ്പോൾ റാഹിലാണ് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്.